ഹായ് എവരിവൺ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. SSC MTS 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The percentages of a mother and her son are in the ratio 6:1. When the son becomes as old as his mother now, then the ratio of his father's age to his mother's age is 13:11. When the son becomes as old as his father now, then the sum of the ages of the father and son will be 115 years. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഫാദർ ആണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത്? മദർ, ഫാദർ, സൺ. ഓക്കെ, അപ്പൊ മദറിന്റെ സൺഡേ റേഷ്യോ 6:1 ആണ്. പിന്നെ എന്ത് സംഭവിച്ചു? when the son becomes as old as his mother now, then the ratio of his father's age to his mother's age is 13:11. അതായത് പ്രസന്റിന്റെ കാര്യം പറയാം, ഇപ്പോൾ ഉള്ള കാര്യം. ഓക്കെ, presently father, mother, son. ഓക്കെ, പ്രസന്റ് കേസ് എന്താണ്? പ്രസന്റ് സീനിയർ എന്ന് പറഞ്ഞാൽ മദറിന്റെ ഏജ് ടു ഫാദറിന്റെ സണ്ണിന്റെ ഏജിന്റെ റേഷ്യോ 6:1 ആണ്. ഓക്കെ, 6:1 അല്ലെങ്കിൽ മദറിന്റെ ഏജ് ഞാൻ 6x ആയിട്ട് എടുത്താൽ സണ്ണിന്റെ ഏജ് എത്രയാണ്? X ആണ്. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ്, when the son becomes as old as his mother now, the ratio of father's age to his mother's age is 13:11. ഇപ്പം ഈ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യനൊക്കെ കാതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഏജിന്റെ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും, മാറില്ല. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രദറോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററും തമ്മിലുള്ള ഏജിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ 5 വർഷമാണ്. പറയൂലേ, എന്റെ ചേച്ചി എന്നെക്കാൾ 5 വർഷം മൂത്തിയാണ്, അല്ലെങ്കിൽ എന്റെ അനിയൻ എന്നെക്കാൾ 2 വർഷം ഇളയതാണ്. അതൊരു എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ഏജിന്റെ റേഷ്യോ മാറാം, പക്ഷെ എത്ര വർഷം കഴിഞ്ഞാലും എന്താണ്? ചേച്ചി 5 വയസ്സ് മൂത്ത തന്നെ ആയിരിക്കും, അല്ലേ? അതായത് ഏജിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വർഷം കഴിഞ്ഞാലും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പം ഈ മദറിന്റെ സൺഡേ റേഷ്യോ, ഏജിന്റെ റേഷ്യോ 6x ആണ്. എത്ര വർഷം കഴിഞ്ഞാലും എന്താണ് അവരുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? 6xന്റെ എക്സിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5x ആണ്, അല്ലേ? എത്ര വർഷം കഴിഞ്ഞാലും ഈ 5x എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. ഓക്കെ, സംശയമില്ലല്ലോ. ഓക്കെ, അപ്പം എന്താണ് പറഞ്ഞത്? when the son's age becomes as old as his mother's age now, mother's age now എന്ന് പറഞ്ഞാൽ എന്താണ്? 6x ആണ്. 6x സണ്ണിന് ആവണം, അല്ലേ? സണ്ണിന് ആവുമ്പോൾ മദറിന്റെ ഫാദറിന്റെ ഏജിന്റെ റേഷ്യോ 13:11 വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം സണ്ണിന് 6x ഏജ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 5x ഇയേഴ്സ് കഴിയണം, പ്ലസ് 5x ഇയേഴ്സ് ആവണം, അല്ലേ? 5x ഇയേഴ്സ് കഴിഞ്ഞാലേ എന്ത് പറ്റൂ? സണ്ണിന്റെ ഏജ് 6x ആവും, അല്ലേ? അപ്പൊ അമ്മയുടെ ഏജ് എത്രയാവും? 6xനോട് 5x കൂടെ കൂട്ടുമ്പോൾ 11x ആവും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ മദറിന്റെ റേഷ്യോ 13:11 എന്ന് തന്നിട്ടുണ്ട്. മദറിന്റെ ഏജ് 11x ഓൾറെഡി നമ്മൾ ഇതിൽ നിന്ന് എടുത്തു. അപ്പൊ ഫാദറിന്റെ ഏജ് എളുപ്പമല്ലേ? എത്രയോ 13x ആവും. എന്നാലല്ലേ ആ റേഷ്യോ 13:11 ആവും. സംശയമില്ലല്ലോ, എളുപ്പമല്ലേ? ഇനി അടുത്ത സെന്റൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? when the son becomes as old as his father now, then the sum of the ages of father and son will be 115 years. സണ്ണ് ഫാദറിന്റെ പെർസെന്റേജ് ആവുമ്പോൾ ഫാദറിന്റെ സണ്ണിന്റെ ഏജിന്റെ സംബന്ധം ചോദിച്ചാൽ 115 ഇയേഴ്സ് ആവും. ഓക്കെ, ഫാദറിന്റെ അതിന്റെ പെർസെന്റേജ് നമുക്ക് അറിയണ്ടേ? പക്ഷെ നമുക്ക് എന്തറിയാം? 5x ഇയേഴ്സിന് ശേഷം ഫാദറിന്റെ ഏജ് 13x എന്നറിയാം. അപ്പൊ 5x ഇയേഴ്സിന് മുമ്പുള്ള ഫാദറിന്റെ ഏജ് അല്ലേ ഫാദറിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ അത് എത്രയാം? 13x നിന്ന് 5x പോയാൽ 8x ആണ് ഫാദറിന്റെ പെർസെന്റേജ്. ഇനി എളുപ്പമല്ലേ? സണ്ണിന് 8x ഇയേഴ്സ് ആവണം. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ സണ്ണിന്റെ ഏജിന്റെ സം എന്ന് പറഞ്ഞാൽ 115 ഇയേഴ്സ് ആണ്. സണ്ണിന് 8x ആവണമെങ്കിൽ എന്താണ്? പ്ലസ് എന്താണ്? ഒരു പ്ലസ് 7x ഇയേഴ്സും കൂടെ കൂടണം, അല്ലേ? അപ്പൊ ഇവിടുന്ന് ഒരു പ്ലസ് 7x ഇയേഴ്സ് കൂടണം, പ്ലസ് 7x ഇയേഴ്സ് കൂടണം. അപ്പം സണ്ണിന്റെ ഏജ് എന്താവും? ഫാദറിന്റെ പെർസെന്റേജ് ആയ 8x ആവും. അപ്പൊ ഫാദറിന്റെ ഏജ് എന്താണ്? പ്ലസ് 7x കൂടൂലേ? 15x ആവും. ശരിയല്ലേ? 7x ഇയേഴ്സിന് ശേഷം ഫാദറിന്റെ ഏജ് 15x ആവും. ഇനി ഇവരുടെ ഏജിന്റെ സം എന്ന് വെച്ചാൽ എത്രയാണ്? 115 ആണ്. അതായത് 15x പ്ലസ് 8x ഈക്വൽ ടു 115. അതായത് 23x ഈക്വൽ ടു 115. എക്സിന്റെ വാല്യൂ എത്രയാണ്? 115/23 ആയിട്ടുള്ള 5 ആണ്. എക്സിന്റെ വാല്യൂ 5 ആണെങ്കിൽ ഫാദറിന്റെ പെർസെന്റേജ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്, 8x. 8 × 5 40 ഇയേഴ്സ്. മനസ്സിലായല്ലോ? സംശയമില്ലല്ലോ? കാണുമ്പോൾ ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. മേ ബി നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം അറിയുന്ന ക്വസ്റ്റ്യനൊക്കെയാണ് ചെയ്തുകൊണ്ട് സ്കിപ്പ് ചെയ്താണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചോണം, ആദ്യം അറിയാവുന്ന ക്വസ്റ്റ്യൻ വേണം അറ്റൻഡ് ചെയ്ത് പോകാൻ. അപ്പോൾ
ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടൂല. ഇത് ആദ്യം സ്കിപ്പ് ചെയ്ത് പോയിട്ട് രണ്ടാമത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് വലിയ പാടൊന്നുമില്ല, പക്ഷെ ഒന്ന് ഇരുത്തി വായിക്കേണ്ടതുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.